ചന്ദ്രപക്ഷത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈശാവാസ്യമിതം സർവം, സർവപ്രപഞ്ചത്തിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. ഖരം, ദ്രാവകം, വാതകം, ആത്മജ്ഞാനം, ഈ അവസ്ഥകളിൽ ഓരോ ജീവിക്കും വളരാനും വികസിക്കാനും മോക്ഷപ്രാപ്തിക്കും ഉതകുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഖരവും ദ്രാവകവും നമുക്ക് ദൃശ്യമാണ്. വാതകവും ആത്മജ്ഞാനവും ദൃശ്യമല്ല, അനുഭവവേദ്യമാണ്. ജലതത്വം ഉപയോഗിക്കണമെങ്കിൽ നീരാവി മേഘമായും മഴയായും ഭൂമിയിൽ ഡൗൺലോഡായി എത്തുന്നുണ്ട്. അഗ്നിതത്വം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഒരു തീപ്പെട്ടിയും കോലും ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇതുപോലെ ജീവിതത്തിന് വേണ്ടതെല്ലാം ആവോളം ഇവിടെ തന്നെയുണ്ട്. ഇതൊരു UWW അല്ലെങ്കിൽ യൂണിവേഴ്സൽ വൈഡ് വെബാണ്. എല്ലാം അതാതിൻ്റെ മാർഗത്തിലൂടെ ഡൗൺലോഡ് ചെയ്ത് വിവേചന ബുദ്ധിയോടെ ഉപയോഗിക്കാം. ഭാരതീയ തത്വശാസ്ത്രം അനുസരിച്ച് ഈശ്വര തത്വവും സോഫ്റ്റ് ഫോമിലാണ് നിലകൊള്ളുന്നത്. ഓരോ വ്യക്തിയുടെയും സങ്കല്പത്തിനും ചിന്തയ്ക്കും അനുയോജ്യമായ വിധത്തിൽ അത്രയും തന്നെ ഈശ്വര സങ്കല്പങ്ങളുമുണ്ട്. 33 കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞത് ഒരുപക്ഷെ 33 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന കാലത്തായിരിക്കാം. ആധുനിക കാലത്ത് ദൈവസങ്കല്പങ്ങളെല്ലാം ഓരോ ആപ്പാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് എളുപ്പം. മന്ത്രങ്ങൾക്ക് അനുയോജ്യമായ രൂപങ്ങളിലാണ് അതിലടങ്ങിയിരിക്കുന്ന രൂപങ്ങളുടെ ഡിസ്പ്ലേ എന്ന് മാത്രം. വിഘ്നങ്ങൾ മാറാൻ ഗണപതി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിധിയാമണ്ണം ഉപയോഗിക്കാം. വിദ്യ സംബന്ധിച്ച കാര്യങ്ങൾക്ക് സരസ്വതി ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. രോഗദുരിതങ്ങൾ, ധനധാന്യ സമൃദ്ധി, ദീർഘായുസ്, അങ്ങനെ മനുഷ്യൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ആപ്പുകൾ ഹിന്ദുധർമ്മത്തിൽ അതനുസരിച്ച രൂപങ്ങളും കൂടി ചേർന്ന് ലഭ്യമാണ്. അതറിഞ്ഞ് പഠിച്ച് ഉപയോഗിക്കുക, അത്രമാത്രം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സമർത്ഥനായ ഒരാൾക്ക് അതുപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്. അനേകതരം ആപ്പുകൾ ഉണ്ടതിൽ. അതറിഞ്ഞ് ഉപയോഗിക്കുന്നവർക്ക് സമയലാഭം, പണലാഭം, പ്രയത്നലാഭം. അതുപോലെ ആത്മവിദ്യ ഡൗൺലോഡ് ചെയ്ത് സ്വായത്തമാക്കിയവർക്ക് അതുപയോഗിച്ച് മനഃശാന്തിയും എല്ലാ ജീവിത വിജയങ്ങളും നേടാൻ കഴിയുന്നു. സർവ്വ വസ്തുവിലും അടങ്ങിയിരിക്കുന്ന ഈശ്വരാംശം അവന് അറിയാനും അനുഭവിക്കാനും വിനിയോഗിക്കാനും കഴിയുന്നു. അതല്ലേ നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. ഹരി ഓം.